തന്റെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയതിലുള്ള ഞെട്ടലിലാണ് കൽപ്പറ്റ പള്ളിത്താഴെ സ്വദേശിനി റസീന. 1.5 മണിക്കൂർ ക്യൂവിൽ നിന്ന ശേഷമാണ് തനിക്ക് വോട്ട് ചെയ്യാനാകില്ലെന്ന വിവരം റസീന അറിയുന്നത്. കൽപ്പറ്റ HIM UP സ്കൂളിലെ ബൂത്തിലാണ് സംഭവം. വോട്ട് ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഒടുവിൽ ടെൻഡർ വോട്ട് രേഖപ്പെടുത്താനാണ് അധികൃതർ അനുമതി നൽകിയത്. കൽപ്പറ്റയിൽ നിന്നും ഇല്യാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പറ്റ സ്വദേശിനി റസീന ഏറെ നേരം എനിക്ക് പിന്നിൽ കാണുന്ന HIM UP സ്കൂളിലെ ബൂത്തിൽ ക്യൂ നിന്നു. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് റസീന തന്നെ പറയും. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ പേരിൽ മറ്റേ BP പോസ്റ്റർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. വേറെ ആരോ വോട്ട് ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചില്ലേ? അത് വേറൊരു റസീനയാണ്. അംഗൻവാടി ടീച്ചറെ വിളിച്ചവൻ പറഞ്ഞു വേറെ റസീനയാണ്, ഇവരെ പേരിൻ്റെ നേരെ വന്നതാന്ന് പറഞ്ഞു. കുറേ ടൈം ഇവിടെ കാത്തു നിന്നു. ശരിക്കും എന്താ ഇതിൽ സംഭവിച്ചിട്ടുള്ളത്? അതായത് റസീന രാവിലെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത് റസീനയുടെ വോട്ട് പോസ്റ്റൽ വോട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റൽ വോട്ടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് റസീനയുടെ വീട്ടിൽ ഹാൻഡിക്യാപ്ഡ് ലിസ്റ്റ് പ്രകാരം വോട്ട് ചോദിച്ച് വന്നിരുന്നു. അപ്പോൾ റസീന എനിക്ക് പോസ്റ്റൽ വോട്ട് വേണ്ട എന്ന് എഴുതി കൊടുത്തിരുന്നു. ആ എഴുതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് റസീന ഇന്ന് രാവിലെ വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതേ ബൂത്തിൽപ്പെട്ട വേറൊരു റസീന വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ പോസ്റ്റൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റൽ വോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വോട്ട് ചെയ്യാത്ത റസീനയുടെ പേരിലാണ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ മാർക്ക് ഉള്ളത് കൊണ്ട് ഈ റസീനയ്ക്ക് ഇന്ന് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, യാതൊരു വിധത്തിലും മെഷീനിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പല തലത്തിലും ഉന്നതതലത്തിലൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഈ റസീനയ്ക്ക് മെഷീനിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ അവസാനം ടെൻഡർ വോട്ട് ചെയ്യിച്ച് ഈ വോട്ടറെ പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വലിയ വീഴ്ചയാണ്. ഇത് മാർക്ക് ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വലിയൊരു വീഴ്ച മറച്ചു വെക്കുന്ന രീതിയിൽ ആ വോട്ടറെ കൊണ്ട് ഇപ്പോൾ ഒരു ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂറോളമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് ടെൻഡർ വോട്ട് ചെയ്യാനുള്ളൊരു അവസരം പോലും ആ വോട്ടർക്ക് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ അവരെ പറഞ്ഞു വിടുന്നു. ഇപ്പോഴും മെഷീനിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മെഷീനിൽ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു ഹാൻഡിക്യാപ്ഡ് ലിസ്റ്റിൽപ്പെട്ട ഒരു വോട്ടർ ഞാൻ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്താ പറയുക പോസ്റ്റൽ വോട്ട് വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത വോട്ടറാണ് രാവിലെ ഇവിടെ വരുമ്പോൾ പറയുന്നത് ഇവിടെ പോസ്റ്റൽ വോട്ട് ചെയ്തു പോയി എന്നുള്ളത്. എന്താണ് വോട്ട് ചെയ്യാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ടോ? ചെയ്യാത്തൊരു വിഷമമുണ്ട്. മറ്റേ വോട്ട് വേണ്ട, ഇതിൽ തന്നെ ചെയ്യാന്നുള്ള താല്പര്യത്തിൽ വന്നതായിരുന്നു. ഇത്തരം പരാതികൾ വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ അശ്രദ്ധയാകാം. എന്തുതന്നെയായാലും ഇത് പരിഹരിക്കേണ്ടത് അധികൃതരുടെ ബാധ്യതയാണ്.